ട്രെയിനേഴ്സ് ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 34ാമത്തെ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനേഴ്സ് ടോക്കില് നമ്മൾ ട്രെയിനേഴ്സ് കോഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ചെയ്തിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായി നമുക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് റസിയ മാം ആണ്. റസിയ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റസിയ മാം മലബാർ ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറും ഒരു റെമഡിയൽ ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറും സ്റ്റുഡൻസ് കൗൺസിലറുമാണ്. ഇനി വരുന്ന കാലങ്ങളിൽ സ്കൂൾ തുറക്കുന്ന തിരക്കിലാണ് എല്ലാ ആളുകളും. അപ്പൊ സ്കൂൾ തുറക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് റസിയ മാം നമ്മളോട് സംസാരിക്കുന്നത്. അതിനുവേണ്ടി മാമിനെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് ട്രെയിനേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Okay, thank you, ma'am. Good evening to all. കേൾക്കുന്നില്ലേ? എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ. എന്നെ അഫീഫ മാം പരിചയപ്പെടുത്തി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളെല്ലാവരെയും ഞാനും എൻ്റെ വകയിൽ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കണ്ടറിയാനും കേട്ടറിയാനും എല്ലാം നമുക്ക് കഴിയും. എന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികളെ നമ്മൾ സ്കൂളിൽ ഇപ്പൊ LKG ഒരു കുട്ടിയെ ചേർക്കുകയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ചേർത്ത് വന്നു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കുട്ടിയെ നമ്മൾ ചേർത്തു എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമുക്ക് വെക്കേഷൻ, ഇപ്പൊ ഈ സമയത്ത് നമുക്ക് വെക്കേഷൻ ആണല്ലോ. പ്രിയപ്പെട്ട പേരൻസ് ശ്രദ്ധിക്കുക, നമ്മുടെ ഇപ്പൊ വെക്കേഷൻ സമയമാണ്. വെക്കേഷൻ തീരാറായി, നമ്മുടെ കുട്ടികളുടെ സ്കൂൾ തുറക്കാറായി. അപ്പൊ ഈ വെക്കേഷൻ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? പല പേരൻസും പല രൂപത്തിലായിരിക്കുമല്ലോ. നമ്മുടെ കുട്ടികളാണല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെ കുട്ടികള് ഇപ്പൊ നമ്മള് പേരൻസ് ആണെങ്കിൽ, ഞാനൊരു പേരന്റ് ആണ്. എന്റെ കുട്ടിയെ ഞാൻ സ്കൂളിലേക്ക് വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായി സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് പല പ്രതീക്ഷകളും ഉണ്ടാവും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷകളുണ്ടാവും. അപ്പോ എന്താണ് നമ്മള് ഈ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നതിന് മുന്നേ എന്തെല്ലാം നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്? രക്ഷിതാക്കള് ഇതില് കൂടുതൽ ആരും എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും എത്തിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടാക്കുന്ന സമയത്തുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായി. അവർ ഈ അധ്യയന വർഷത്തില് നല്ല കുട്ടികളാവണം, നല്ല രീതിയിൽ എല്ലാ കാര്യത്തിലും അവർക്ക് മെച്ചപ്പെട്ട് വരണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. അപ്പോ നമ്മളെ കുട്ടികൾ മെച്ചപ്പെടണാണ് ഓരോ രക്ഷിതാവിന്റെയും ആഗ്രഹം. നമ്മുടെ കുട്ടി രക്ഷപ്പെടാൻ, നമ്മുടെ കുട്ടി നല്ല രീതിയിലാണ്, നല്ല പഠനം കാഴ്ചവെക്കണം, നമുക്ക് നല്ല പേര് കിട്ടണം, അതാണ് നമ്മളെ ആഗ്രഹം. കുട്ടി പഠനം കാഴ്ചവെച്ചിട്ട് നമുക്ക് രക്ഷിതാക്കൾക്ക് പേര് കിട്ടണം, അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. നമ്മുടെ കുട്ടിക്ക് പേര് കിട്ടണം എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. കുട്ടി കാഴ്ചവെച്ചിട്ട് നമുക്ക് പേര് കിട്ടണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പേര് കിട്ടണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുട്ടി പെർഫോം ചെയ്തിട്ട് നമ്മുടെ കുട്ടിക്ക് അതിനുള്ള ഒരു അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു അവാർഡ് തന്നെ ആവണമെന്നില്ല. ഒരു കുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ജസ്റ്റ് ഒരു സ്വീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് അതിനുള്ളൊരു കൂടുതൽ താല്പര്യമായി പോവാനും വരാനൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ മുമ്പായിട്ട്, സ്കൂളിലേക്ക് ഈ കുട്ടി എത്തുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്? ഇപ്പൊ നിങ്ങളൊരു രക്ഷിതാവാണെന്ന നിലയിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തു തീർക്കും? പറയാൻ കഴിയോ? ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ കഴിയോ? നിങ്ങളുടെ ഒരു ഇതുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെ ഇതുണ്ടാവും കുട്ടിക്ക് ചെയ്തു തീർക്കുക എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു തരുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. നമ്മള് പ്രത്യേകിച്ച് എന്താ ചെയ്യലേ, നമ്മള് അവരുടെ പുസ്തകങ്ങളൊക്കെ നല്ല ക്ലീൻ ആക്കും, നല്ല ബാഗും കൊടയും നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ അവർക്ക് കൊടുക്കും. എന്നിട്ട് നമ്മള് നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവരെ കൊണ്ടാക്കാൻ ശ്രമിക്കും. ഓക്കെ. അപ്പൊ അതാണ് ചിന്തിക്കുന്നത്. നമ്മൾ അവരെ കൊണ്ടാക്കുന്നതിന് മുന്നേ ബാഗൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി അവരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് കൊണ്ടു ചെന്നാക്കണമെന്ന്.
പക്ഷെ അതിന്റെ മുന്നേ എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിന്റെ മുമ്പേ ആയിട്ട് നമ്മള് ഈ കുട്ടിക്ക്, ഇപ്പൊ നമ്മൾ വെക്കേഷനിലാണ്, കാരണം ടൂറിലാണ്, പല ആളുകളും ടൂറിലാണ്, പല ആളുകളും ഗൾഫിൽ പോയതാണ്, തിരിച്ചെത്തിയിട്ടില്ല, എത്തിയവരും ഉണ്ട്. ഈ എത്തിയ സമയത്തും ചിലപ്പോൾ അവർക്ക് ഹാപ്പി ആയിക്കൊള്ളണമെന്നില്ല, അസുഖങ്ങളും മറന്നൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ കുട്ടികളുടെ ഡ്രസ്സും അതും ബാഗും വാട്ടർ ബോട്ടിലും എല്ലാ സാധനങ്ങളും റെഡി ആക്കുന്നതിന്റെ മുമ്പേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ കുട്ടിയെ നമ്മുടെ അടുത്ത് നമ്മുടെ മുന്നിൽ ഇരുത്തിയിട്ട് നമ്മൾ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവർക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാം റെഡി ആക്കേണ്ടത്. കാരണം എന്താ, ഈ കുട്ടിക്ക്, ചെറിയ കുട്ടി, ഇപ്പൊ ജസ്റ്റ് LKG പഠിപ്പിക്കുന്ന നമ്മൾ കൊണ്ടു ചെന്ന് ചേർത്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് സ്കൂൾ തുറക്കാനായല്ലോ, നമ്മൾ ആ കുട്ടിയോട് പറയണത്, നീ സ്കൂളിൽ പോവാനായല്ലോ, നീ ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു, പോവേണ്ട സമയമായല്ലോ. അപ്പൊ തന്നെ ജസ്റ്റ് ആ കുട്ടിന്റെ മനസ്സിൽ എന്തുണ്ടാവും, ജസ്റ്റ് ഒരു പേടി ഉണ്ടാവും. കാരണം ഞാൻ എന്റെ ഉമ്മാനെ പിരിഞ്ഞിരിക്കണ്ടേ, നീ ഞാൻ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു പേടി. പക്ഷെ ആ രൂപത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നീ സ്കൂളിലേക്ക് പോവാനായില്ലേ അങ്ങനെ പറയുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ ജസ്റ്റ് കുട്ടിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, ഇതെന്താണ് ഇത്, ജസ്റ്റ് നമ്മളിപ്പോ ഒരു സ്കൂളിന്റെ പിക്ചർ കാണിച്ചു കൊടുത്തു, ആ സ്കൂളിന്റെ പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് ആ സ്കൂളിൽ ആരൊക്കെ ഉണ്ട്, കണ്ട, ആരൊക്കെ നിൽക്കുന്നത്, ടീച്ചർ, ഹെഡ് മാസ്റ്റർ, അല്ലെങ്കിൽ കുട്ടികള്, കണ്ടോ, അവരെ കയ്യിൽ ബാഗ്, അവരെ കയ്യിൽ കൊട, ഇങ്ങനെ ഓരോ സാധനങ്ങളും പറഞ്ഞിട്ട് നമ്മൾ അവരെ അങ്ങോട്ട് ഉത്സാഹപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികൾക്കും സ്കൂളിൽ പോവാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അതൊന്നും ചെയ്യാതെയാണ് ജസ്റ്റ് പല ആളുകളും കുട്ടികളെ വേഗം ബാഗൊക്കെ റെഡിയാക്കി, പുസ്തകമൊക്കെ റെഡിയാക്കി, ബാഗില് പിന്നെ കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം, അങ്ങനെ എല്ലാം വെച്ചിട്ട് അവരെ നേരെ കൊണ്ടുവന്ന് വിടുക. അങ്ങനെ കുറെ കുട്ടികൾ എന്താ ചെയ്യുക, കൊണ്ടുവന്ന് വിടുന്ന സമയത്ത് അവർക്ക് കരച്ചിലും വീച്ചിലും ഒക്കെ ആയിരിക്കും. ചെറിയ കുട്ടികൾ, LKG കുട്ടികൾ. ഇനി LKG നിന്ന് UKG ആയ കുട്ടികൾ എന്താണ്, അവര് 1 വർഷം സ്കൂളിൽ പഠിച്ചു. ആ സമയത്ത് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായ കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. സ്കൂൾ തുറക്കുന്ന സമയം നമുക്ക് വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ നമ്മളെ കുട്ടികളെ പറഞ്ഞയക്കാനുള്ള ആവേശത്തിലാണ്. പക്ഷെ ഈ കുട്ടികളോ, LKG നിന്ന് UKG കുട്ടികൾ എന്താണ്, അവരുടെ മനസ്സിൽ വെപ്രാളാണ്. കാരണം അവർ LKG പഠിച്ച സമയത്ത് പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പല രീതിയിൽ ബാത്റൂമിൽ പോണ സമയത്ത്, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ, അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ട സമയത്ത്, ഇതിലൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ എല്ലാ കുട്ടികളും ഒരേപോലെ ആവൂലല്ലോ. അപ്പൊ അങ്ങനെ പേടിയുള്ള കുട്ടികൾ വരെ ഉണ്ടാവും, അങ്ങനെ പോവാൻ പേടിയുള്ള കുട്ടികൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞിട്ട്, 1 വർഷം LKG പോയില്ലേ, നമ്മളെ സ്കൂളല്ലേ, ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ സ്കൂൾ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പേ ആയിട്ട് ആദ്യം ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്, നമ്മുടെ സ്കൂൾ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പായിട്ട് ഏത് സ്കൂളിലാണോ നമ്മളെ കുട്ടിയെ കൊണ്ട് ചെന്ന് ചേർത്തിട്ടുള്ളത് ആ സ്കൂളിനേക്ക് കുട്ടിക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കണം. കൊണ്ടു ചെന്ന് വിട്ടിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ എല്ലായിടത്തൊന്ന് കാണിച്ചു കൊടുത്ത് സ്കൂളും അവിടെ ഉള്ള ആളുകളുമായിട്ട് ജസ്റ്റ് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വല്ലാത്തൊരു പേടി ഇതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. LKG നിന്ന് UKG ആയ കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, UKG അവർ എത്തുന്ന അവരെ നമ്മളെ ക്ലാസ്സിലേക്ക് ജസ്റ്റ് ബസ് കയറ്റി വിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ തുറക്കുന്നതിന്റെ 2 ദിവസം മുന്നെയോ 3 ദിവസം മുന്നേ ഒക്കെ കുട്ടീനെ സ്കൂളൊക്കെ ആയിട്ട് ഒന്ന് എന്റെ സ്കൂൾ കാണാൻ പോവല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷം കുട്ടിയും കൊണ്ട് പോയിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ. ഇനിയിപ്പോ 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികളാണെങ്കിലും 1 മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഉണ്ടാവും, ഇത്രയും പേടികളുള്ള കുട്ടികൾ ഉണ്ടാവും. പല കുട്ടികൾക്കും പല രൂപത്തിലുള്ള പേടികളാണ്. അപ്പൊ നമ്മൾ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പല സാധനങ്ങളും റെഡിയാക്കി, എല്ലാം റെഡിയാക്കിയിട്ട് കുട്ടികളെ പറഞ്ഞു വിടുക എന്നുള്ളതാണ്. ശരിക്കും അതല്ല, നമ്മൾ കുട്ടികളെ റെഡിയാക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്കുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കുന്നതിന് പകരം നമ്മൾ കുട്ടികളെ മാനസികമായി സന്തോഷിപ്പിച്ച് കൊണ്ട് റെഡിയാക്കുകയാണ് വേണ്ടത്. അതാണ് എനിക്ക് ഈ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്. അപ്പോ നമ്മൾ ഇപ്പൊ 1 മുതൽ, ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, എന്റെ സ്കൂളിലൊക്കെ ഉണ്ടാവുന്ന അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളും ബസ്സിലൊക്കെ കയറ്റി വിട്ടിട്ട് പേരൻസ് തിരിച്ചു പോയി സ്കൂളിലേക്ക് വന്നുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് കരഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോലും കൂട്ടാക്കാത്ത അവസ്ഥയിലാണുള്ളത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, നമ്മൾ ജസ്റ്റ് ഈ വെക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികളെ ബസ്സിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അവരെ പുറത്തൊരു ബാഗും, ജസ്റ്റ് ആ കുട്ടികൾക്ക് ഉറങ്ങാൻ പോലും നമ്മൾ സമയം കൊടുക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുക, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചിന്തിക്കുക, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ താഴെ വേറെ 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ കുട്ടികളെ അത്രയും രീതിയിൽ പറഞ്ഞു വിടുന്നത്. അതല്ല, അവരെ താഴെ വേറെ കുട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ആ കുട്ടിയെ എടുത്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരിക.
നമ്മളെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നമ്മൾ മടിയിലിരുത്തി മടിയിലിരുത്തേണ്ട സമയത്ത് നമ്മൾ അവരെ ചെയ്യുന്നത് എന്താ? കൊണ്ടുവന്ന് വിടുകയാണ്. അതേപോലെ തന്നെ LKG-യിലേക്കുള്ള കുട്ടികളെ നമ്മൾ അവരെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ? അവരെ എണീപ്പിച്ചിട്ട് അവരെ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഭക്ഷണം പോലും കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അവരെ നേരെ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവർക്ക് ഒരു ആശ്വാസത്തിൽ, ഒരു സന്തോഷത്തിൽ ഈ കുട്ടികൾ രാവിലെ എണീറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്കൂളും സ്കൂളിന്റെ ആളുകളുമായിട്ട് അവർക്കൊരു അറ്റാച്ച്മെന്റ്, നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതിലേക്ക് നീങ്ങാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവർക്കുള്ള ബാഗ് റെഡിയാക്കുക, അങ്ങനെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുട്ടികളുമായിട്ട് തന്നെ പുറത്തു പോവുക. അപ്പോഴേ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ചില പേരൻസ് ചെയ്യുന്ന എന്താ? നീ ഇപ്പൊ പോരണ്ട, നിന്നിപ്പോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞാൻ പോയി കൊണ്ടുതരാം. അങ്ങനെ ആവുമ്പോ തന്നെ കുട്ടികൾക്ക് അവിടെ ഒരു ഇത് വരികയാണ്, ഒരു മടുപ്പ് വരികയാണ്. പക്ഷെ ചെയ്യേണ്ടത് അതല്ല. ഏത് കുട്ടികളാണെങ്കിലും നമ്മൾ ഇനി 1-ാം ക്ലാസ് ആയാലും 2-ാം ക്ലാസ് ആയാലും 3-ാം ക്ലാസ് ആയാലും വെക്കേഷൻ കഴിഞ്ഞൊരു സ്കൂളിലേക്ക് വീണ്ടും പോവുമല്ലേ. 1-ന്ന് 2-ക്കായ കുട്ടിയായാലും 3-ക്കായ കുട്ടിയായാലൊക്കെ വെക്കേഷൻ കഴിഞ്ഞ് പോണ്. ചിലപ്പോൾ അവരെ ബാഗൊക്കെ കേട് വന്നിട്ടുണ്ടാവും വലിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ. അപ്പൊ അവർക്കൊരു ബാഗ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പോകുമ്പോൾ അവരെയും കൂടെ കൂട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷമാണ്. കാരണം അവർ കാണിച്ചു തരുന്ന ബാഗ് അല്ലെങ്കിൽ അവർ കാണിച്ചു തരുന്ന കളർ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷമാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കുക. എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ അവരെ മുമ്പോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ജസ്റ്റ് നമുക്കറിയാം എന്തെല്ലാമാണ് കുട്ടികൾക്ക് വേണ്ടത് എന്ന്. എന്നാലും കുട്ടികളോട് ചോദിക്കുക, എന്താണ് വേണ്ടത് മോൻക്ക് എന്താ വേണ്ടത്, അല്ലെങ്കിൽ മോൾക്ക് എന്താ വേണ്ടത്. അപ്പൊ അതൊക്കെ നമ്മൾ ചോദിച്ച് അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവർക്കുള്ള യൂണിഫോം റെഡിയാക്കിയിട്ടുണ്ടാവും. പല രക്ഷിതാക്കളും യൂണിഫോം വാങ്ങാൻ പോകുന്ന സമയത്ത് കുട്ടികളില്ലാതെയാണ് യൂണിഫോം വാങ്ങാൻ പോകുന്നത്. അങ്ങനെ വാങ്ങാൻ പോകുന്ന യൂണിഫോം വാങ്ങിയിട്ട് കുട്ടികൾക്ക് ഈ യൂണിഫോം ചില കുട്ടികൾക്ക് ചിലർക്ക് നല്ല കുട്ടികൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്നതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് തടിയൊക്കെ കൂടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് വല്ലാതെ അങ്ങോട്ട് ഇട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കഴിയൂല. പക്ഷെ എന്നാലും അത് കാരണം ഇനിയിപ്പോ വേറെ ഒന്ന് കിട്ടാൻ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് അടിച്ചേൽപ്പിച്ചിട്ടാണ് അവർക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഈ കുട്ടിക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് ഇട്ട് കൊടുത്ത് പറഞ്ഞേക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് സ്കൂളിലേക്ക് വരുമ്പോ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ യൂണിഫോം ഒക്കെ വാങ്ങണ സമയം കഴിഞ്ഞു. പക്ഷെ നമ്മൾ എന്താണ്, വാങ്ങിയ യൂണിഫോം സ്കൂൾ തുറക്കാൻ കാത്തു നിൽക്കാതെ ജസ്റ്റ് ഒന്ന് കുട്ടിക്കൊന്ന് അത് ഇട്ട് കൊടുത്ത് കുട്ടീനെ ഒന്ന് റെഡിയാക്കി ഒരു ഫോട്ടോ ഒക്കെ കുട്ടിയെടുത്ത് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇനി അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് അതിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്താനുള്ള ഒരു സമയമൊക്കെയാണ് ഇപ്പൊ നമുക്ക് എന്നിട്ട് അത് തിരുത്തിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കുക. അതിൽ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടിക്ക് നമ്മൾ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ചെയ്യേണ്ടത്, ചെറിയ ക്ലാസ്സിലെ കുട്ടിയൊക്കെ ആണെങ്കിൽ വാട്ടർ ബോട്ടിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചെയ്യേണ്ടത് അവർക്ക് ശരിക്ക് അടക്കാനും തുറക്കാനും പറ്റിയ രൂപത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. LKG-യിലൊക്കെ ഇപ്പൊ ആയമാരൊക്കെ ഉണ്ടാവും തുറന്നു കൊടുക്കാൻ. എന്നാലും 1-ാം ക്ലാസ്സിലൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ തന്നെയാണ്. നമ്മൾ ടീച്ചേഴ്സ് ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് എന്തേ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എത്തിക്കോണമെന്നില്ല. അപ്പൊ അവർക്ക് അതിന് വെള്ളം എടുത്ത് കുടിക്കാനൊക്കെ അവർക്ക് തുറക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ലഞ്ച് ബോക്സ് ഒക്കെ ചില പേരൻസ് കൊടുത്തു വരുന്ന ലഞ്ച് ബോക്സ് ഒക്കെ കണ്ടാല് ഇപ്പൊ എന്റെ അടുത്തേക്കാണ് പല പേരൻസും വരിക, അതൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം അത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ തുറന്നു കൊടുക്കും. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് തന്നെ തുറക്കാൻ പറ്റിയ രൂപത്തിലുള്ളത് ആക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം അവരെ കൊണ്ട് തന്നെ സ്വയം ജസ്റ്റ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുന്നേ ഈ ഈ ലഞ്ച് ബോക്സിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് അടച്ച് ഇതൊന്ന് തുറക്ക്, ഇപ്പൊ നീ സ്കൂളിലാണെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ ഇരുത്തുന്ന പോലെയൊക്കെ റെഡിയാക്കി ഒക്കെ തുറക്കാൻ പഠിപ്പിച്ച് സ്കൂളിൽ നിന്ന് തുറന്നു കൊടുക്കാൻ ആളുണ്ടാവും. എന്നാലും നമ്മൾ നമ്മളെ കുട്ടികളെ അത്രത്തോളം ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഒരു പേടി ഉണ്ടാവില്ല, അവർ നല്ല രീതിയിൽ പോകും. പിന്നെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവരെ അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, അതായത് ക്ലീൻ ചെയ്യാൻ മീൻസ് അത് ബാഗിൽ വെച്ച് കൊടുക്കുക. ഇതാണ് ബാഗിൽ വെക്കുന്നത്, ഇതാണ് ഇതിൽ വെക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ഇതെന്താണ് സബ്ജക്ട്, ആ സബ്ജക്ട് ഇപ്പൊ LKG UKG പോട്ടെ, ചെറിയ കുട്ടികളെ ടീച്ചേഴ്സ് എടുത്തു കൊടുക്കും. ഇപ്പൊ 1-ാം ക്ലാസ് മുതലുള്ള 1-ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ജസ്റ്റ് ഞങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുക. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ മലയാളത്തിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് അത് നല്ലോണം കവർ ചെയ്ത് നമ്മളെല്ലാ പുസ്തകവും വെക്കേഷന് മുന്നായിട്ടൊക്കെ കവർ ചെയ്തൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് ആർക്കറിയാം? നമുക്ക് പേരൻസിന് അറിയാം. ഇത് മലയാളം ടെക്സ്റ്റ് ബുക്കാണ്, ഇത് അറബി ടെക്സ്റ്റ് ബുക്കാണ്, ഇത് ഹിന്ദി ടെക്സ്റ്റ് ബുക്കാണ്, നമുക്ക് പേരൻസിന് അറിയാം. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല ഇത് ഹിന്ദിയാണ്, ഇത് മലയാളമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എന്നാലും അവർക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മലയാളം ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുക, ഏതെങ്കിലും ഒരു കളറ്. ആ കളറുള്ള അതേ സ്റ്റിക്കർ തന്നെ നമ്മൾ അതിന്റെ നോട്ട് ബുക്കിലും ഒട്ടിച്ചു വെക്കുക.
അപ്പൊ ജസ്റ്റ് ടീച്ചർ വന്ന സമയത്ത് ടീച്ചർ പറയും ടെക്സ്റ്റ് ബുക്ക്, മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പറഞ്ഞതാണ് ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന കളറുള്ള ടെക്സ്റ്റ് ബുക്കും ഇന്ന കളറുള്ള നോട്ട് ബുക്കുമാണ് നമ്മുടെ മലയാളത്തിന്റെ എന്ന് കുട്ടിക്ക് ഉമ്മ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ ടീച്ചർ വരുന്ന സമയത്ത് അത് എടുക്കും. അപ്പൊ അവർക്ക് അത് എളുപ്പമാവും. അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളും കുട്ടിയിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കുട്ടീനെ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഈ കുട്ടിക്ക് എന്തുണ്ടാവും, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിലേക്ക് കയറുന്ന, ബസ്സിൽ കയറുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക് ബസ്സിൽ കയറുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ബസ്സിൽ ശ്രദ്ധിക്കണം. ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത്, നമ്മളെ ബാഗ് കയ്യിൽ വെക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ കുട്ടിക്ക് ശരിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ നിന്ന് കരയും, ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബാഗ് ഇല്ല എന്ന് പറഞ്ഞ ചെറിയ കുട്ടികൾ അവരെ ബാഗ് തരാൻ പോലും മടിക്കും. കാരണം എന്താ, അവർക്ക് അവരെ ബാഗ് നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ബസ് കയറി കഴിഞ്ഞാൽ ബസ്സിലുള്ള ആളുകൾ നിങ്ങളുടെ ബാഗ് വാങ്ങിക്കും, അല്ലെങ്കിൽ ബസ്സിലുള്ള താത്തമാർ നിങ്ങളെ ബാഗ് വാങ്ങിക്കും. അവർ വാങ്ങി വെച്ചതിന് ശേഷം നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അത് തരും. അപ്പൊ നിങ്ങൾക്ക് ആ ബാഗ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ഈ കുട്ടി റെഡി ആവും എല്ലാത്തിനും. കാരണം കുട്ടിക്ക് ഒരു പേടി ഉണ്ടാവില്ല. കാരണം അത് ബസ് ഇറങ്ങിയതിന് ശേഷം കുട്ടിയുടെ കയ്യിൽ ബാഗ് ഇല്ലെങ്കിൽ കുട്ടി അവിടെ നിന്നിട്ട് എന്ത് പറയും, ബാഗ് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് കുട്ടി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ബാഗ് കൊടുന്നു കൊടുക്കുന്നവര് ബാഗ് കൊടുന്നു കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യാ, ഈ കുട്ടിയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഓരോ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത്, ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ്, പിന്നെ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകേണ്ട സമയം ഉണ്ടെങ്കിൽ അവിടെ ആരാണോ ഉള്ളത് അവരോട് പറയുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത്രയും കാര്യങ്ങൾ കുട്ടിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും കുട്ടിക്ക് അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനും നമുക്ക് സാധിക്കും. ഇനി നിങ്ങൾക്ക് പേരൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നിങ്ങൾ ചോദിക്കുക, ഞാൻ അതിനനുസരിച്ചുള്ള ഇത് നിങ്ങൾക്ക് തരാം. എന്നിട്ട് നമുക്ക് ബാക്കി തുടരാം. ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇത് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പൊ ആർക്കും ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുട്ടികൾക്കുള്ള സ്റ്റേഷനറി സാധനങ്ങൾ റെഡിയാക്കി, അവരുടെ ലഞ്ച് ബോക്സ്, അവരുടെ ബാഗുകൾ ഒക്കെ റെഡിയാക്കി നമ്മൾ ഇനി എന്താ ചെയ്യണത്, അവരെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പൊ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ ബസ്സിലേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ ബസ്സിലേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ കൂടെ പോകുന്ന ആളുകൾ ഉണ്ടാവും, വണ്ടി വീട്ടിലേക്ക് വരുന്ന ആളുകൾ ഉണ്ടാവും. വണ്ടിയൊക്കെ വീട്ടിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, വണ്ടി ഇന്ന സമയത്ത് വരും, ആ സമയത്തേക്ക് നമ്മൾ നല്ല കുട്ടികളായിട്ട് റെഡി ആവണം. എന്നിട്ട് അവരെ അതിനെ റെഡിയാക്കി നിർത്തിയിട്ട് വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് അവരോട് പറയാ, എന്ത്, നല്ല രീതിയിൽ ഇരിക്കുക, ശ്രദ്ധിക്കുക, വണ്ടി പോകുമ്പോഴൊന്നും തല പുറത്തേക്ക് ഇടരുത്. അങ്ങനെയുള്ള വണ്ടിയിൽ പോകുമ്പോഴത്തെ പല കാര്യങ്ങളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. തല ഇടരുത്, വണ്ടിയിൽ എണീറ്റ് നിൽക്കരുത്, മറ്റുള്ള കുട്ടികളുമായി അടിയും പിടി ഉണ്ടാക്കരുത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വണ്ടിയിലുള്ള ആളോട് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അവരെ വണ്ടിയിൽ കയറ്റി വിടുക. ഇനി സ്കൂൾ ബസ്സിലേക്ക് പോകുന്ന കുട്ടികൾ, സ്കൂൾ ബസ്സിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കാൻ പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം അവരെ നമ്മൾ എന്ത് ചെയ്യുക, ബസ്സിലേക്ക് കയറ്റി വിടാൻ വേണ്ടി പോവുക. അങ്ങനെ ബസ് വരുന്ന സമയത്ത് നമ്മൾ അവരെ ബസ്സിലേക്ക് കയറ്റി വിടുന്ന സമയത്ത് പല രക്ഷിതാക്കൾക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാണ്, ഒരു കാരണവശാലും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അത്രയും സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല. പല രക്ഷിതാക്കളിലും കാണുന്നതാണ്, ബസ്സിലേക്ക് കയറ്റി വിടാൻ വേണ്ടി വരുന്ന രക്ഷിതാക്കള് ഈ കുട്ടികളെ ബസ്സിലേക്ക് 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ വരെയുള്ള കുട്ടികളെ ബസ്സിലേക്ക് കയറ്റി വിടാൻ വരുന്ന രക്ഷിതാക്കള്, ചില രക്ഷിതാക്കൾ ബസ്സിലേക്ക് അങ്ങോട്ട് കയറ്റുന്ന സമയത്ത് കുട്ടീനെ ഉമ്മ വെച്ചൊക്കെ ഓക്കെയാണ്, പക്ഷെ എന്നിട്ട് അങ്ങോട്ട് കരയും. ഈ കരയുന്ന സമയത്ത് ഈ കുട്ടി നല്ല ഓക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലായിരിക്കും ബസ്സിൽ കയറിയിട്ടുണ്ടാവുക. പക്ഷെ ഇവരുടെ കരയണ സമയത്തുണ്ടല്ലോ, കുട്ടിന്റെ കരഞ്ഞിട്ട് പിന്നെ ആകെ കരച്ചിലാണ്. ഈ ഒരു കുട്ടി കരയുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള കുട്ടികളും കൂടി കരയും. കാരണം LKG UKG കുട്ടികൾ, അവർക്ക് സംഭവം എന്താന്ന് പോലും അറിയൂല. പക്ഷെ അവരാണ്ട് കരച്ചിൽ തുടങ്ങിയാൽ പിന്നെ ബസ്സിലൊക്കെ ഫുള്ളും കരച്ചിലായി, പിന്നെ ഇറങ്ങണ സമയത്തും കരച്ചിലായി. ഈ കരഞ്ഞ കുട്ടി ഉണ്ടല്ലോ, സ്കൂളിൽ വന്നു കഴിഞ്ഞാലും ആ കുട്ടിയുടെ കരച്ചിൽ നിർത്തിയിട്ടുണ്ടാവില്ല, ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലും ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവില്ല, കരച്ചിൽ നിർത്തിയിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ടീച്ചർ വന്നാലും കരച്ചിൽ നിർത്തൂല. കാരണം എന്താ, ഒന്നും
ഈ കുട്ടി എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. കുട്ടി ഇങ്ങനെ കരയാണ്, എന്താന്നുള്ളതൊന്നും കുട്ടിക്ക് അറിയില്ല. കുട്ടി ആ കരയാണ്. കുട്ടിക്ക് അറിയാം എന്താണ് ഞാൻ എന്തിനാ കരയണത്. എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്നെ കൊണ്ടുവന്നാക്കിയ സമയത്ത് എന്റെ ഉമ്മ സങ്കടപ്പെട്ടുകാണ്ടാണ് പോയത്, എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. ഉമ്മ വീട്ടിൽ എത്തിയപ്പോഴേക്ക് കരച്ചിൽ നിർത്തിയിട്ടുണ്ടാവും, പക്ഷെ കുട്ടിയാണെങ്കിലോ അത് നിർത്തിയിട്ടുണ്ടാവില്ല. ഇതൊരു ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികൾ പോണ സമയത്ത്, ഇന്ന് നീ വൈകുന്നേരം വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവൂലട്ടാ. ഇപ്പൊ വലിയ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ പറയുന്നത്, 7ാം ക്ലാസ്സിൽ വരെയുള്ള കുട്ടികൾ വരെ കരയും, അങ്ങനെയുള്ളത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാവൂല, അപ്പൊ ഈ വരുന്ന സമയത്ത് ഇവിടെ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്നോ, അങ്ങനെ പറയാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ പുറത്തു പോകുന്ന കാര്യം കുട്ടികളോട് ഒരു കാരണവശാലും നമ്മൾ പറയരുത്. പിന്നെ നമ്മൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്കൂളിൽ വന്നിട്ട് ആ കുട്ടികളെ വിളിച്ചു കൊണ്ടുപോവാം. സ്കൂൾ അധികൃതരുടെ പെർമിഷനോട് കൂടി നമുക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവാം. അതല്ലാതെ ഒരു കാരണവശാലും നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പുറത്തു പോകുന്ന വിവരങ്ങൾ പറയരുത്. ഇതാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്. കാരണം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ രൂപത്തിലാണ്. കാരണം ഒരു വിധത്തിലും അവർ കരച്ചിൽ നിർത്തൂല. അപ്പൊ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കരച്ചിൽ നിർത്താതെ അവര് നിർത്തി കഴിഞ്ഞ ചില കുട്ടികൾ ഛർദ്ദിച്ച് ആകെ ഇതാവും. പിന്നെ ചില കുട്ടികൾ ഇങ്ങനെ ട്രാവലിങ്ങിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ചില കുട്ടികൾക്ക്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടത്, ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും ഒരു ബോക്സിൽ എന്തെങ്കിലും ഭക്ഷണം, നോർമൽ ഭക്ഷണം നമ്മൾ കൊടുത്തു വിടുക. ഇപ്പൊ ബേക്കറി അങ്ങനെ അല്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന സാധനങ്ങൾ തന്നെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർ വന്ന് ഛർദിലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് ഒന്ന് ഓക്കെ ആയതിനു ശേഷം അവിടെയുള്ള ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ മതി, ഒന്ന് അവര് കൊടുത്ത് ഒക്കെ റെഡിയാക്കും. ഇതൊക്കെ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ നമ്മൾ പേരൻസ് അവരെ ബുക്കും ബാഗും മാത്രം റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് വിടുക എന്നല്ല ഒരു പേരന്റിന്റെ കർത്തവ്യം. നമ്മൾ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേരൻസ് ചെയ്യേണ്ട എന്താ, ഒരു കുട്ടി നമ്മളോട് എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ സ്കൂളിന്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞു വിടുന്ന സമയത്ത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നമ്മളോട് അവർ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പറയും നീ ഒന്നും പറയണ്ട. ചില പേരൻസ് പറയണ ഒന്നും പറയണ്ട, അത് സാരമില്ല, അതൊക്കെ അങ്ങനെ. പക്ഷെ അതല്ല ചെയ്യേണ്ടത്, നമ്മൾ കേൾക്കണം. എന്താണ് കുട്ടിക്ക് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ കേട്ടതിന് ശേഷം അതിനുള്ള മറുപടിയാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ പറയുന്ന ഒരു കുട്ടി ഒരു പക്ഷേ ഈ കുട്ടിക്ക് മനസ്സിൽ ചിലപ്പോൾ ഭയങ്കര പേടി ഉണ്ടാവും. ഈ പേടിയായിരിക്കും ഈ ചിലപ്പോൾ കുട്ടിയിൽ നിന്ന് പുറത്തു വരാനുള്ളത്. ഈ പേടി എന്താണെന്ന് പുറത്ത് പറയുന്നതിന്റെ മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ കുട്ടി പറഞ്ഞിട്ടാണ് നമ്മളോട് പേടി പറയുള്ളൂ. അല്ലാതെ കുട്ടി ആദ്യം തന്നെ നമ്മളോട് പേടി പറയൂല. ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളോട് കുട്ടി പേടി പറയുള്ളൂ. അപ്പൊ നമ്മൾ കേൾക്കുക, സമയമില്ലെങ്കിൽ നമ്മൾ കേട്ടതിന് ശേഷം നമ്മൾ എന്താണോ നമ്മൾ പറയാനുള്ളത് അത് കേട്ടതിന് ശേഷം ആ കുട്ടിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുട്ടിയെ ഓക്കെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ആരാണോ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ, ആ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് കുട്ടിയും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോ അങ്ങനെ ആവുമ്പോ സ്കൂളിൽ നമ്മൾ പോണ സമയത്ത് എല്ലാ ടീച്ചേഴ്സിനും, ഇപ്പൊ ടീച്ചേഴ്സ് സ്കൂളിലേക്ക് പോണ സമയമാണ്, അവർക്ക് എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളിലേക്ക് പോണ ആ സമയത്ത് തന്നെ വിളിക്കണ്ട, തലേ ദിവസം വിളിച്ചിട്ട് ടീച്ചറും കുട്ടിയും തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമാവും. കാരണം ആ കുട്ടിക്ക് ആ ടീച്ചർ ഇതായി, ഒന്നുകിൽ വാട്സപ്പ് കോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടീച്ചറെ കാണലും ആയല്ലോ. കാരണം നമ്മൾ പറഞ്ഞതിനേക്കാളും പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും കേൾക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു കുട്ടിക്ക് കിട്ടുക. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളിൽ നമുക്ക് വളരെയധികം സ്കൂളിലേക്ക് പോകാനും വരാനും താല്പര്യം ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ അവർക്ക് അവരെ വർക്കുകൾ ചെയ്യാനുള്ളതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ സ്വയം ചെയ്യും. ഇതാണ് ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. പാർട്ടിസിപ്പൻസ് ആരുമില്ലേ? ഹലോ മാം. ഓക്കെ അഫിഫ മാം. മാമിന്റെ ക്ലാസ് തീർന്നിട്ടുണ്ടാവും അല്ലേ? ക്ലാസ് കഴിഞ്ഞില്ലേ? മാം മ്യൂട്ടാണ്. വേണമെങ്കിൽ എടുക്കാം, പോരെ, എത്രയും പോരെ. അതെ അതെ, ആർക്കെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ അതെ, പറ്റിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ് നിർത്തി കളഞ്ഞത്. കാരണം നമുക്കിപ്പോ സ്കൂളിലേക്ക് എത്തിയാൽ ഇനിയിപ്പോ ഒരു കുട്ടി സ്കൂളിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്നുള്ളത്, കാരണം ആദ്യത്തെ ദിവസമൊക്കെ ആണല്ലോ പിന്നെ പ്രവേശനോത്സവം ഒക്കെയാണ് വരുന്നത്. പിന്നെ KG ഒക്കെ ആണെങ്കിൽ സെറിമണി അങ്ങനെയുള്ളതൊക്കെയാണല്ലോ വരിക. അപ്പൊ അതിലേക്കൊക്കെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ പേരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനിലാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പേരൻസ് ചെയ്യണം, അതിന്റെ മുന്നേ തന്നെ ചെയ്യണം. അപ്പൊ ഇത് ഞാൻ നിർത്തി കളഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അവർ ചോദിച്ചോട്ടെ.
അതെ അതെ, റസിയ മാം പറഞ്ഞത് വലിയൊരു ടോപ്പിക് തന്നെയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. ഒരിടത്തും ഉണ്ടാക്കുന്നത്. ഇപ്പൊ ആ, നമുക്കറിയാം, ഇപ്പൊ യൂണിഫോമിന്റെ കാര്യം മാം പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ കുട്ടികൾക്ക് എടുത്താലും യൂണിഫോം നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങുള്ളൂ. പക്ഷെ ഈ യൂണിഫോം ആണ് ആ കുട്ടി ഒരു വർഷം മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യൂണിഫോം ആണ്. അത് ഏറ്റവും നല്ല രീതിയിൽ കംഫർട്ട് ആവുക എന്നുള്ളതിനെ കുറിച്ച് രക്ഷിതാക്കൾ ഇതുവരെ ബോധേഡല്ല. അവര് ഒരു വർഷത്തെ യൂണിഫോം 2 വർഷം ഇടാൻ വേണ്ടിട്ട് പരമാവധി ശ്രമിക്കും. അത് വലുപ്പം കുറഞ്ഞാലും ടൈറ്റ് ആയാലും കുട്ടീനോട് പറയും അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയും. മറ്റുള്ള ഡ്രസ്സ് ഒരുപാട് എടുത്താലും യൂണിഫോം ഇതുമ്പോ മാത്രമായിട്ട് മറ്റെന്തിനൊക്കെ പൈസ കളഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അവർ പൈസ കളയൂല. ഈ യൂണിഫോമിനെ മാക്സിമം ഇടാൻ വേണ്ടിട്ട് അവര് കുട്ടികളെ ഇങ്ങനെ പറയും. ഈ കുട്ടി പക്ഷെ ഇത് ഉപയോഗിക്കണോടത്തോളം ഈ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഇപ്പൊ നമുക്കായാലും കംഫർട്ട് അല്ലാത്തൊരു ഡ്രസ്സ് ഇട്ട് പൊതുവേദികളിലും മറ്റുള്ളിടത്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടാവും. പക്ഷെ ഈ കുട്ടികൾക്ക് അത് ഉള്ളതിനെ പറ്റി പല പേരൻസും എന്താ ചെയ്യാ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ യൂണിഫോം മതി. ആ ഒരു രീതിയാണ് പല പേരൻസ്. കുട്ടികൾ പിന്നെ ഓക്കെ, അവര് പിന്നെ അങ്ങനെ മിണ്ടാതിരിക്കുക ചെയ്യാം. പിന്നെ അതുപോലെ ചില ആളുകൾ കുട്ടികളോട് പറയും സ്കൂളിൽ പോണ സമയത്ത്, ഇപ്പൊ ഈ ഇത് തുറക്കുന്ന സമയത്ത് പറയും, ഇപ്പൊ എന്റെ കളിയൊക്കെ നിൽക്കും, സ്കൂള് തുറക്കാനായി, സ്കൂളൊന്ന് തുറന്നാ മതിയായിരുന്നു, എന്നാലുള്ള ഇപ്പൊ വീടൊക്കെ ഒന്ന് ക്ലീൻ ആവുക. അല്ലെങ്കിൽ എന്തെങ്ങനെ സ്കൂള് തുറക്കുക അല്ലെങ്കിൽ സ്കൂളിൽ പോവാന്നുള്ളത് എന്തോ വലിയൊരു പണിഷ്മെന്റ് ആയിട്ട് ചില കുട്ടികൾക്ക് തോന്നുന്ന രീതിയിലൊക്കെ ചില രക്ഷിതാക്കൾ പറയും. എന്നെ സ്കൂളിലാക്കണം, എന്റെ എല്ലാ കളി നിൽക്കും, എന്നെ സ്കൂളിലാക്കട്ടെ, വെയിലും കൊണ്ട് നടക്കണേനൊക്കെ ഒരു ഇത് കിട്ടണമെങ്കിൽ സ്കൂളിലാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ എന്തോ ഒരു വലിയൊരു ദുർഗുണ പരിഹാര പാഠശാലയായിട്ടാണ് പല രക്ഷിതാക്കളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോ തന്നെ കുട്ടികൾക്ക് എന്താണ്, സ്കൂളിലേക്ക് പോകുമ്പോ ഒരു പേടി ഉണ്ടാവും. സ്കൂൾ അതെ, എന്തോ കുട്ടികൾ പേരൻസ് ചെയ്യുന്ന എന്താണെന്നറിയോ? ഇപ്പൊ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞല്ലോ, അഭിമാമൻ പറഞ്ഞല്ലോ, യൂണിഫോം അവർക്ക് എടുത്തു കൊടുത്തിട്ട് ഇപ്പോ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് കീറിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക പോലും. ജസ്റ്റ് മെഷീൻ ഇപ്പൊ ഒരുവിധം വീടുകളിലൊക്കെ മെഷീൻ ഉള്ളതാണ്. ഇപ്പോ പിന്നെ കറണ്ടിന്റെ ഉണ്ട്, അല്ലാത്തതൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതൊന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക പോലും ചെയ്യാത്ത പേരൻസ് ഉണ്ട്. കാരണം ആരെ കുട്ടികളാ സ്കൂളിലേക്ക് പോകുന്നത്? നമ്മളെ കുട്ടികളാണല്ലോ. അവർക്ക് ഇപ്പൊ എന്നോട് പറഞ്ഞ ആളുകളുണ്ട്, അതായത് ഞങ്ങളെ സ്കൂളിലല്ല, ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ എന്റെ റിലേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ചയും കൂടി ഒന്ന് സ്കൂൾ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അവർക്ക് ഒരു കുട്ടിനെയാണ്, നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഒരു കുട്ടിനെയാണ് നിങ്ങൾക്ക് നോക്കാൻ കഴിയാത്തത്. ഞങ്ങളെ മുമ്പിലേക്ക് വരുന്ന 35-40 കുട്ടികൾ, ഇപ്പൊ ഈ വർഷം ഡിവിഷനിൽ 45 കുട്ടികളാണ് എന്റെ ക്ലാസ്സിലൊക്കെ ഉള്ളത്. ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്യുന്നുണ്ട് നമ്മള്. അവർക്ക് ഒരു കുട്ടിനെ മാത്രമാണ് നമുക്ക് മാനേജ് ചെയ്യുന്ന, പാരന്റ്സിന് മാനേജ് ചെയ്യുന്നത്. അവര് 4 മണി 5 മണി ആകുമ്പോഴേക്ക് എത്തുമ്പോഴേക്ക് അവർക്ക് തുടങ്ങി ടെൻഷന്. പറഞ്ഞു വിടുമ്പോ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പറഞ്ഞു വിടുമ്പോ ഭയങ്കര സങ്കടമായിരിക്കും ചിലർക്ക്, ഭയങ്കര സങ്കടമായിരിക്കും. ഇപ്പൊ ഞങ്ങളെ സ്കൂളിലൊക്കെ KG-ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോ KG-ല് അവിടുന്ന് അവര് എന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാല്, എനിക്ക് അവിടെ ഡ്യൂട്ടി തന്നതാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പേരൻസ് ഒന്നും ആ ഭാഗത്തേക്ക് വരൂല. കാരണം ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ എന്നോട് സഹകരിക്കണം. കാരണം നമ്മളെ കുട്ടികളാണ്, നിങ്ങളെ കുട്ടികളല്ല, നമ്മളെ കുട്ടികളാണ്. ഈ നമ്മളെ കുട്ടികൾ നമ്മൾ ഒന്നിച്ച് നിന്നാലേ നമ്മളെ കുട്ടികളാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ കുട്ടിയും എന്റെ കുട്ടിയും ആവും. നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴേ നമ്മളെ കുട്ടികളാവുള്ളൂ. അപ്പൊ നിങ്ങളെ കാണുമ്പോഴാണ് ഈ കുട്ടികൾക്ക് പ്രശ്നം വരിക. നിങ്ങളെ കാണുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് പ്രശ്നമില്ല. അപ്പൊ അവര് ആ ഭാഗം ജനലിന്റെ അടുത്ത് നിൽക്കും. ഇനി 1ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവന്നാണെങ്കിൽ വേറെ കുട്ടികൾ താഴെ ഇല്ലാത്തൊരു പേരന്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും ജനലിന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുക. കാരണം ഈ കുട്ടി ഉമ്മാനെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയല എന്താ, നിങ്ങൾ ഓഫീസിൽ പോയി ഫീസ് അടിച്ചു പോരി, എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഇരുന്നോളി, അങ്ങനെയൊക്കെയാ പറയുക. അപ്പൊ അവര് മെല്ലെ അങ്ങോട്ട് നീങ്ങരുത്. പക്ഷെ നമ്മൾ ഈ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ, ഓരോ ഭക്ഷണം കൊടുത്തു വിടുന്നത് വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ടാവില്ല, അത് ഓവറായിട്ട് കൊടുത്തയക്കും. ഈ കൊടുത്തയക്കുന്ന ഭക്ഷണം എങ്ങനെ ഓവറായിട്ട് കൊടുത്തയച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കഴിക്കാത്ത ഒരു കുട്ടി എങ്ങനെ സ്കൂളിൽ നിന്ന് കഴിക്കുക? നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? കാരണം ഈ കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാവൂലേ, അതോടുകൂടി കുട്ടിക്ക് സ്കൂളിലേക്ക് വരാൻ പേടിയാവൂലേ? ഇതൊക്കെയാണ് പേരൻസ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അപ്പൊ അഭിമാമി പറഞ്ഞ പോലെ ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരോടും നമ്മൾ പറയേണ്ടത്. പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് കുട്ടികളെ, ഇതൊക്കെ പേരൻസ് എന്താ ചെയ്യുന്നറിയാം, ഞാൻ സത്യം പറഞ്ഞ പേരൻസ് അലാസ് ചെയ്യാണ് കുട്ടികളെ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം അവർ അലാസ് ചെയ്യും. ഈ കുട്ടികൾക്ക് പറയാൻ പേടിയാണ്, എന്റെ ഡ്രസ്സ് കേട് നിൽക്കണം, എനിക്കിതൊന്ന് തയ്ച്ചു തരുമോ പറയാൻ അവർക്ക് പേടിയാണ്. കാരണം എന്താ, അവർക്ക് അതിന് സമയമില്ല, അതാണ് അവര് പറയുന്നത്. അപ്പൊ നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, ഞായറാഴ്ച പോലും സ്കൂൾ ഉണ്ടായി കഴിഞ്ഞാല് ഈ കുട്ടീനെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്നാണ് അവര് വിചാരിക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് പഠന വൈകല്യം വരുന്നത്.
പഠന ഡിഫിക്കൽറ്റി വരുന്നതും പഠന വൈകല്യം വരുന്നതും രണ്ടും രണ്ടെണ്ണാണല്ലോ. ഇത് രണ്ടും ഡിസബിലിറ്റി വരുന്നതും ഡിഫിക്കൽറ്റി വരുന്നതും ഒക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. പേരൻസിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതലുള്ളത് ഉണ്ടാണെന്ന് എനിക്ക് പറയാനുള്ളത്. ആ അഫിബ മാമിന്റെ സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ. അതായത് ഇപ്പൊ റസിയ മാം പറഞ്ഞത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്റെ തൊട്ട് മുമ്പിൽ ഒരു LP സ്കൂളാണ്. അപ്പൊ ഞാൻ എന്റെ മോനെ LKG ആയിരുന്നു. അപ്പൊ അവനെ കൊണ്ടാക്കാൻ പോണ സമയത്ത് കൊണ്ടാക്കാൻ പോണ സമയത്ത് ഞാന് ഒപ്പം പോവും. എന്നിട്ട് ഞാൻ അവിടെ കുറച്ചൊക്കെ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാൻ ചെയ്യലുണ്ട്. അവിടെ എന്ത് ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യലുണ്ട്, ചെറിയ മക്കളല്ലേ. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളില് കുട്ടികൾ വരുന്ന സമയത്ത് മാം പറഞ്ഞ അതേ കാര്യം, ഈ ബാഗ് കിട്ടാഞ്ഞിട്ട് കുട്ടികൾ നിന്ന് കരയും. പക്ഷെ ഈ ഡ്രൈവറോ അല്ലെങ്കിൽ അതില് കുട്ടികളെ ഇറക്കുന്ന ആളോ ഇത് കാണുന്നുണ്ടാവില്ല. അവര് ബാക്കിൽ ഇരുന്ന് കരയുന്നുണ്ടാവും. അവർക്ക് ഇത് ടീച്ചേഴ്സിനോട് വന്ന് പറയാൻ പോലുള്ള ധൈര്യം ഉണ്ടാവില്ല. അവര് ചെറിയ കുട്ടികൾ, എന്നിട്ട് അവര് ആ ഒരു ഇതിലാണ്, കംഫർട്ട് ഇല്ലായ്മയിലാണ് കുട്ടികൾ ആ ക്ലാസ്സിൽ ഇരിക്കുക. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വരലുണ്ട് കേട്ടോ. കുട്ടികൾ എന്തോ ഒരു കണക്ക് കയറ്റി വിടും. ഇപ്പൊ മാം പറഞ്ഞ പോലെ ആഹാരം ചിലപ്പോ ഉണ്ട്, സ്നാക്സ് ഒക്കെ ആയിട്ട് 10:30ക്കാണ് ക്ലാസ് തുടങ്ങുക. എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ടാണ് കുട്ടികളെ സ്കൂളിൽ വിടുക. എന്നിട്ട് അവിടുന്ന് ഇതുപോലെ ഒരു 11:30 ആകുമ്പോ സ്നാക്സ് കഴിക്കുന്ന ടൈമില് 2 പഴം പുഴുങ്ങിയത്, അല്ലെങ്കിൽ 2 ആപ്പിൾ, അങ്ങനെയൊക്കെ വലിയൊരു ക്വാണ്ടിറ്റിയിലൊക്കെ കൊടുത്തുവിടും. എന്നിട്ട് ഇത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റൂല. ഇവർക്ക് ഇതും ടെൻഷനാണ്, ഇത് കഴിക്കാൻ പറ്റാത്ത ടെൻഷന്, വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയ ചീത്ത പറയുന്ന ടെൻഷന്. അങ്ങനെ അത് കഴിഞ്ഞ് 12:30 പിന്നെ അടുത്ത ഫുഡായി, പിന്നെ അതിന്റെ ഇടയിൽ പാലായി, 3:30 ആകുമ്പോക്കിന് പിന്നെ വിടും. പക്ഷെ ഈ കുട്ടികൾക്ക് ഈ ഫുഡ് വീട്ടിൽ നിന്നും കഴിക്കൂല, സ്കൂളിൽ നിന്നും കഴിക്കൂല. പക്ഷെ അതൊരു ടെൻഷൻ വേറെ. അതുപോലെ സ്കൂള് വിട്ടു പോണ സമയത്ത് മാം പറഞ്ഞ വലിയൊരു കാര്യമാണ് രക്ഷിതാക്കള് വീട്ടിൽ ഉണ്ടാവുക എന്നുള്ളത്. മാം ഇപ്പൊ നമുക്കൊക്കെ ഈ പ്രായത്തില്, ഇത്ര പ്രായമായി, കല്യാണം കഴിഞ്ഞു, നമ്മൾക്ക് മക്കളായി, പക്ഷെ ഇപ്പോഴും നമ്മളെ വീട്ടിക്ക് നമ്മൾ ചെല്ലുമ്പോ നമ്മളെ ഉമ്മാരാ വീട്ടിലില്ലെങ്കിലേ നമുക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് എത്ര, നമുക്ക് ഉണ്ടാവുന്ന ഇറിറ്റേഷൻ എത്ര. നമ്മൾ ഈ പ്രായത്തിൽ പോലും നമുക്ക് കയറി ചെല്ലുമ്പോ നമ്മളെ ഉമ്മ ആ വീട്ടിലില്ലെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലേ, ഈ ചെറിയ മക്കള് സ്കൂള് വിട്ട് ഇത്രയും ടെൻഷനും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ച് വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടില് ഉമ്മ ഇല്ലെങ്കിലേ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അത് പല ആളുകളും ശ്രദ്ധിക്കില്ല. ചിലപ്പോ അയൽവക്കത്തൊക്കെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കോ, പക്ഷെ എന്നാലും ആ കുട്ടികൾ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മാം പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ്. കാരണം നമുക്കറിയാലോ, ഇപ്പോഴും നമ്മൾ കയറി ചെല്ലുമ്പോ നമ്മളെ ഉമ്മ അവിടെ ഇല്ലെങ്കില് ഈ പ്രായത്തിൽ പോലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പൊ കുഞ്ഞു മക്കളെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ മാം പറഞ്ഞ എല്ലാ പോയിന്റുകളും വളരെ നല്ല ഇപ്പൊ പോയിന്റുകളായിരുന്നു. വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അപ്പൊ ഏകദേശം +2 ഒക്കെ കഴിഞ്ഞാൽ വലിയ കുട്ടികളായി. 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞ ഇപ്പൊ 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പൊ ക്ലാസ് തുടങ്ങിയല്ലോ. അവർക്കൊക്കെ ഇപ്പൊ പ്രശ്നമില്ല. പക്ഷെ ഈ വലിയ കുട്ടികളടക്കം നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്ന കുട്ടികൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടില് രക്ഷിതാക്കൾ ഇല്ലെങ്കിൽ ഈ കുട്ടികൾ ഇങ്ങനെയാണ് ഈ കുട്ടികൾ വഴിമാറി പോകുന്നത്. അവർ വരുന്ന സമയത്ത് ഇപ്പൊ ഈ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് വീട്ടിലുള്ളവരോട് എന്തെങ്കിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് കേൾക്കാൻ താല്പര്യപ്പെടൂല ചില പേരൻസ്. അപ്പൊ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നറിയോ, അവർക്ക് കേൾക്കാനുള്ള ഒരാളെ തെരഞ്ഞ് അവർ അന്വേഷിക്കും. അങ്ങനെയാണ് ഈ കുട്ടികൾ പകുതിയും വഴിമാറി പോകുന്നത്. അതും കൂടി പേരൻസ് ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഈ കൂട്ടത്തിൽ അത് പറഞ്ഞു തന്നെ പല പേരൻസും ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവരും കൂടെ അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്. എല്ലാ പേരൻസും ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ കുട്ടികൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുട്ടികൾക്ക് കുറെ ബാഗ് വാങ്ങിക്കൊടുത്ത് പുസ്തകം വാങ്ങിക്കൊടുത്ത് പഠനത്തിന് മാത്രം ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. നമ്മുടെ സബ്ജക്ട് ബാക്ക് ടു സ്കൂൾ ആണെങ്കിൽ പോലും സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഉണ്ട് ഒരു പഠിപ്പിക്കൽ കുട്ടികളെ. അതാണ് ഇപ്പൊ എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. LKG പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ കാണുന്നതാണ്. LKG പഠിക്കുന്ന അവിടെ അടുത്ത് തന്നെ ഉണ്ട്. പഠിക്കുന്ന ഒരു കുട്ടിയെ ഇരുത്തി പഠിപ്പിക്കുക. എന്താണ് ആ കുട്ടി, എന്താണ് ആ കുട്ടിയുടെ പ്രായം, എന്താണ് ആ കുട്ടിക്ക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്കല്ല അവാർഡ് വേണ്ടത്, ഉമ്മാക്കാണ് അവാർഡ് വേണ്ടത്. ഉമ്മ അതാണ് പ്രതീക്ഷിക്കുന്നത്, കുട്ടീനല്ല. ഈ കുട്ടി എന്താണ്, കുട്ടി പാല് കുടിക്കുന്ന പ്രായമല്ലേ ശരിക്കും, അല്ലേ? നീ പാല് കുടി നിർത്തി, എന്നാലും കുട്ടി ഉമ്മാന്റെ മടിയിൽ ഉമ്മാന്റെ തോളത്ത് കിടക്കുന്ന പ്രായമല്ലേ. എത്രത്തോളം നമ്മൾ ആ കുട്ടികളുടെ തലയിലേക്ക് കയറ്റി വിടുന്നത്. LKG UKG യിലുള്ള കുട്ടികളുടെ അവസ്ഥ തന്നെ. ഇനി 1ാം ക്ലാസ് തന്നെ ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളെ കുട്ടീനെ 1ാം ക്ലാസ്സിൽ അവിടെ കൊണ്ടാക്കാൻ പോകുമ്പോഴത്തെ അവസ്ഥ എന്താണ്. ആ അവസ്ഥ ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളൊരു ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരാത്തത്. അതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ ചില രക്ഷിതാക്കൾ ഉണ്ട്, ടെൻഷൻ ഉള്ളവരുണ്ട്, അത്രയും കെയർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെയും കെയർ ചെയ്യാൻ പാടില്ല, കൂടുതൽ കെയറിങ് കൊടുക്കാനും പാടില്ല. എല്ലാത്തിനും ഒരു ഇത് വേണം. കൂടുതൽ കെയറിങ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ആ കുട്ടി ഒന്നും അല്ലാത്ത രൂപത്തിലായി മാറും.
അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, താരതമ്യം ചെയ്യുക. ഒരു കുട്ടിയെ മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യാനും പാടില്ല. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നടക്കുന്നതാണ്. ഇപ്പൊ എളാപ്പ, മൂത്താപ്പ അല്ലെങ്കിൽ അമ്മായിന്റെ മക്കള്, അമ്മോന്റെ മക്കളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായി താരതമ്യം ചെയ്യും. സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ എന്റെ ഡ്രസ്സ് കണ്ടില്ലേ, ഇവന്റെ ഡ്രസ്സ് കണ്ടില്ലേ, മറ്റവരുടെ ഡ്രസ്സ് കണ്ടില്ലേ, ഞാൻ താരതമ്യം ചെയ്യുക. അതോടുകൂടി കുട്ടിക്ക് മടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കുട്ടികളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് അതാണ്. കാരണം താരതമ്യം ചെയ്യലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ബാക്കോട്ട് പോകുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു കുട്ടിക്ക് കൗൺസിൽ ചെയ്തപ്പോൾ, കുട്ടി ചെറിയ കുട്ടിയാണ്, 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോൾ കുട്ടി പറയണേ, മിസ്സേ ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത്, എന്റെ അമ്മച്ചി പറയല എന്താണെന്നറിയോ, ഓനെ കണ്ട് പഠിച്ചോ, കണ്ടീലേ അത്രത്തോളം പഠിക്കണുണ്ട്, എനിക്ക് എന്താ അറിയാ, പിന്നെ എന്തിനാ ഞാൻ പഠിക്കണത്, ഈ പൊട്ടനല്ലേ എന്നാണ് എന്നോട് പറയുന്നത്. ആ ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല ഒരിക്കലും. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ ആ വാക്ക് ഉച്ചരിക്കരുത്. അത് നമ്മൾ കുട്ടി പഠിച്ചാലില്ല, കുട്ടി ഒരു മാർക്ക് വാങ്ങിയിട്ടുള്ളെങ്കിൽ ആ ഒരു മാർക്ക് വലുതാക്കിയിട്ട് ആ കുട്ടിയെ വലുതാക്കി കൊണ്ടുവരാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും കുട്ടിയെ നമ്മൾ ഉയർത്തി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു മാർക്കിൽ, ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, എന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് ചില കുട്ടികൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ മാർക്ക് ഒന്നും ഇട്ട് കൊടുക്കൂല, ജസ്റ്റ് അവിടെ ഒന്നും ഇടൂല. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു മിഠായി, ജസ്റ്റ് ഒരു മിഠായി കൊടുത്തിട്ട് അടുത്തതിൽ നല്ല മാർക്ക് വാങ്ങണട്ടാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ടേബിളിലൊക്കെ ഒന്ന് കയറ്റി കെടുത്ത് ഒന്ന് ഉഷാറാക്കുക ചെയ്യാൽ. പിറ്റേ ദിവസം വരുമ്പോൾ കുട്ടി നല്ല ഹാപ്പി ആയിരിക്കും. കാരണം എന്താ, എന്തെങ്കിലുമൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടാവും. അപ്പൊ എന്താണ് പഠിച്ചത്, അവര് പഠിച്ചത് നമ്മളോട് പറയട്ടെ, അല്ലെ നമ്മൾ പഠിപ്പിക്കുന്നതല്ല അവര് പറയേണ്ടത്. അവരെന്താണോ പഠിച്ചത് അത് നമ്മളോട് പറഞ്ഞിട്ട് അതിനവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ്. പാരന്റ്സും അങ്ങനെ തന്നെ. ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അടിച്ചിരുത്തി പഠിപ്പിക്കല്ല വേണ്ടത്. അവരെന്താണോ പഠിക്കുന്നത് അത് പഠിക്കട്ടെ. അത്യാവശ്യം അവർക്ക് 5ാം ക്ലാസ് ആകുമ്പോഴേക്കും ശരിക്കും ഒരു കുട്ടിക്ക് അത്യാവശ്യം പക്വത എത്തുള്ളൂ. 5ാം ക്ലാസ്സിലേക്ക് ആകുമ്പോഴേക്ക് ശരിക്കും ഒരു കുട്ടിക്ക് നല്ല പക്വത എത്തുള്ളൂ. അപ്പോഴേ അവർ പഠനത്തിലേക്ക് വരുള്ളൂ. അതുവരെ നമ്മൾ പറയുന്നത് അവര്, പിന്നെ അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്വയം ചെയ്യും. അതിപ്പോ എല്ലാ ഇതിലുള്ളത് തന്നെയല്ലേ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കാരണം നമ്മളിങ്ങനെ പറയണത് കേട്ട് മാത്രം നിന്ന് കഴിഞ്ഞാല് എന്തെങ്കിലും അതുണ്ടാവുമല്ലോ. പിന്നെ ഇനിയിപ്പോ പറയാനുള്ളത്, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ വീട്ടിലുള്ള കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ സ്കൂൾ വിട്ട് അവര് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ അവരുടെ ബാഗും എല്ലാ സാധനങ്ങളും അവരൊരു സ്ഥലത്ത് വെച്ചിട്ട് അവരോട് ഒന്ന് ഇരുത്തി, ജസ്റ്റ് അവരെ കൂടെ ഒന്ന് ഇരുത്തിയിട്ട് ഇന്ന് എന്തെല്ലാമാണ് സ്കൂളിൽ ഉണ്ടായത് എന്നുള്ള സംഭവങ്ങൾ അവരോട് ചോദിച്ചറിയുകയാണെങ്കിൽ അപ്പൊ അവര് ഓരോ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയോട് കൂടി കേട്ടതിന് ശേഷം ആ പറയുന്ന കാര്യങ്ങളില് ചില കുട്ടികൾ, ഇപ്പൊ മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ആ സ്കൂളിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടായിരിക്കാം ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ, തുറക്കണ ദിവസം. കാരണം പല കുട്ടികളും പല രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഇപ്പം. അപ്പൊ എന്തെല്ലാം കളിക്കാനായിട്ടും വലുതായിട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും തുറന്നു വരുന്ന സമയത്ത്. കാരണം വെക്കേഷൻ കഴിഞ്ഞ് വന്നതല്ലേ, വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് കടകളിലൊക്കെ പോയി പല സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പേരൻസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് കുട്ടികൾ തുറന്ന് പറയും. ആ പറയുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആ കുട്ടിയോട് പിന്നെ വീണ്ടും സ്കൂൾ വിട്ട് വരുമ്പോൾ ചോദിക്കുക, ഇന്നലെ കൊണ്ടുവന്ന കുട്ടി ഇന്ന് ആ സാധനം കൊണ്ടുവന്നേ. അങ്ങനെ സ്ഥിരമായിട്ട് ഒരു കുട്ടി ഒരു സാധനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് സ്കൂളിലെ ടീച്ചേഴ്സിനെ അറിയിക്കുക. അങ്ങനെ ആവുമ്പോൾ ആ കുട്ടിയെയും നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. മറ്റത് ഈ കുട്ടി ഈ സാധനം കൊണ്ട് പോകുന്നത് കളിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും കുട്ടികൾ ഏർപ്പെടും. ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊരു പറയാനുള്ള ഒരാളായിട്ട്, കേൾക്കാനുള്ള ഒരാളായിട്ട് നമ്മൾ നിന്ന് കൊടുക്കണം. അത് ഉമ്മമാർക്കാണ് ചെയ്യാൻ പറ്റുക, ഉപ്പമാർക്കല്ല. ഉപ്പമാര് ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പൊ ഉമ്മമാർ അതിന് നിന്ന് കൊടുക്കണം. അപ്പൊ വീട്ടില് പ്രായമായ ആളുകൾ ഉള്ളവരുണ്ടാവും, ചെറിയ കുട്ടികൾ ഉള്ളവരുണ്ടാവും, പ്രസവിച്ച് കിടക്കുന്നവരുണ്ടാവും, പിന്നെ അസുഖമുള്ളവരായിരിക്കാം. എന്നാലും നമ്മൾ അതിനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളെ കുട്ടികളെ കൊണ്ട് നമ്മള് സ്കൂളിൽ നടന്ന സംഭവങ്ങൾ എന്തെല്ലാം, ടീച്ചർ ആരൊക്കെ വന്നു, എന്തൊക്കെ ക്ലാസ്സിൽ എടുത്തു, എന്തൊക്കെ ചെന്ന സമയത്ത് എന്തുണ്ടായി, എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ കണ്ടു, ബസ്സിൽ നിന്ന് എന്താ ഉണ്ടായത്, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് എന്താ ഉണ്ടായത്, ഇതൊക്കെ നമ്മൾ ചോദിച്ചറിയണം. അതൊക്കെ രക്ഷിതാക്കളുടെ കടമ തന്നെയാണ്. അല്ലാതെ രക്ഷിതാക്കളല്ല, ടീച്ചേഴ്സ് മാത്രമേ. ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നതിന്റെ ശേഷമാണ് അവരെ അടുത്തേക്ക് എത്തുള്ളൂ. ബസ്സിൽ നിന്ന് നടന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് അറിയൂല.
അപ്പൊ ഈ കുട്ടികളോട് നമ്മൾ പാരന്റ്സ് ചോദിച്ചറിയുമ്പോഴേ ബസ്സിലുണ്ടായ സംഭവം അല്ലെങ്കിൽ വണ്ടിയിൽ പിന്നെ മറ്റേ പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ അതിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കള് മുന്നിട്ട് ഒരുങ്ങണം. അപ്പോഴേ നമുക്ക് അതിനുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും എന്റെ ക്ലാസ്സിന്റെ അഭിപ്രായം എന്താന്നുള്ളത് അറിഞ്ഞാൽ സന്തോഷമായി. ഹലോ റിസിയ മാം. ഓക്കെ സർ. ഓക്കെ. ഞാന് ഒരു ഡ്രൈവിംഗിലായതുകൊണ്ടാണ് വീഡിയോയിൽ കുഴപ്പമില്ല സർ. വരാത്തത്. ഓക്കെ ഓക്കെ. ക്ലാസ് എന്തായാലും ഞാൻ ഫുൾ ആയിട്ട് കേട്ടു. അപ്പോ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വിശേഷിച്ചും സ്കൂൾ തുറക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോ ആയതുകൊണ്ട് തന്നെ നമ്മള് കുട്ടികളെ വിഷയത്തില് വിശേഷിച്ചും പേരൻസ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ തിരിച്ച് പേരൻസിനോട് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുത്ത സമയത്ത് ഇതേപോലെ തന്നെ ഒരു കുട്ടി, അപ്പൊ ആ കുട്ടി ഭയങ്കര ഇമോഷണലായി പോയി. ഇമോഷണലായി കരഞ്ഞുകൊണ്ട് ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം, ഏതൊരു രക്ഷിതാവ് കഴിഞ്ഞാലും മക്കളെ നന്നായിട്ട് വളർത്താൻ അവര് ഇന്നത്തെ കാലത്ത് അതിനനുസരിച്ചിട്ട് വളർത്താൻ തയ്യാറല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ച് ആഗ്രഹിക്കരുത് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. കാരണം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും, പാരന്റിങ്ങിൽ സംഭവിച്ച പല പ്രയാസങ്ങൾ കൊണ്ടും പിന്നെ ഭയങ്കര ഒരു പ്രതിസന്ധിയിലേക്ക് പോയിട്ടുള്ള ഒരു ഘട്ടമായതുകൊണ്ട് ആ കുട്ടിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാണ്. അപ്പൊ തിരിച്ച് പാരന്റ്സിലേക്ക് കുട്ടികൾ വിരൽ ചൂണ്ടുന്ന ഒരു സമയത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ പാരന്റിങ് നമ്മളൊക്കെ വിചാരിക്കും പഴയ കാലത്ത് നമുക്ക് പാരന്റിങ് കിട്ടിയിട്ടില്ലല്ലോ കുട്ടികൾ വളർന്നത് എന്ന് പറയുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് ആലോചിക്കണം. പണ്ടത്തെ പോലെയല്ല. നമ്മള് സാഹചര്യങ്ങള്, അതേപോലെ തന്നെ അവസരങ്ങള്, അതേപോലെ തന്നെ അതുമായി ടെക്നോളജികളൊക്കെ വളർന്ന കാലത്ത് തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കി വേണം കുട്ടികളോട് പെരുമാറാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ സാധാരണ 10ാം ക്ലാസ് വരെ കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ പാരന്റ്സ് ഒരു കോഴ്സായിട്ട് തന്നെ എടുത്ത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകലുന്നുവോ അതിനനുസരിച്ച് നമുക്ക് പ്രയാസങ്ങൾ രൂപപ്പെടാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടാണ് മാം സംസാരിച്ചത്. അപ്പൊ അതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ ഓഡിയൻസിന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. താങ്ക് യു സർ. ഇപ്പോ ചോദ്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വൈൻഡപ്പിലേക്ക് പോവാം. അപ്പോ ബാക്കി എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ മാമിനെ കോൺടാക്ട് ചെയ്യാം. മാമിന്റെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. ആർക്കെങ്കിലും ബന്ധപ്പെടാനുണ്ടെങ്കിൽ മാമിനെ ബന്ധപ്പെടാം. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത റസിയ മാം സന്തോഷം അറിയിക്കുന്നു. മാം നമ്മളിതിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസ് കൗൺസിലർ ആണ് മലബാർ ഇന്റർനാഷണൽ സ്കൂളിൽ. അതേപോലെ തന്നെ റെമഡിയൽ ട്രെയിനർ ആണ്. കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് പഠന പിന്നോക്കാവസ്ഥ, അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാമിനെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടൊക്കെ മാം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാമിന് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. അതേപോലെ തന്നെ സെഷനിൽ പൂർണ്ണമായിട്ടുണ്ടായ ആർട്ടിക്ക മാം, അതേപോലെ തന്നെ ബാക്കി എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സർ.